ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ഫോർട്ട്. നീറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രം. ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത, എന്താണ് പ്രോപ്പറായിട്ട് പഠിക്കേണ്ടത് എന്നറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ 5 വർഷത്തെ കെമിസ്ട്രി ചാപ്റ്റർ വൈസ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും ഇനോർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ടോപ്പിക്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ കെമിസ്ട്രി ക്ലാസ് 11th and 12th നീറ്റ് ട്രെൻഡ് ആണ് 2021-25. നമുക്ക് +1 ചാപ്റ്റേഴ്സിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ 2021, 22, 23 വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2024 അത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 2025 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആവറേജ് ഒരു 2 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പ്രയോറിറ്റി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഔട്ട് ഓഫ് 5 സ്റ്റാറിൽ നമുക്കൊരു 3 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2021 ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2022 2 ക്വസ്റ്റ്യൻ, 2023 ഒരു ക്വസ്റ്റ്യൻ, 2024, 25 എടുക്കുന്ന സമയത്ത് 2 ക്വസ്റ്റ്യൻസ് വീതം. അതായത് ആവറേജ് 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നമുക്കൊരു 3 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാം. അടുത്തത് ക്ലാസിഫിക്കേഷൻ ആൻഡ് പീരിയോഡിസിറ്റി. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്. 2021, 22, 23 വർഷങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2024, 25 വർഷങ്ങൾ എടുക്കുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് വീതമുണ്ട്. സോ നമുക്കൊരു 3 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. കെമിക്കൽ ബോണ്ടിങ് വലിയ ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. 2021 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2022, 23, 24, 25 ഈ വർഷങ്ങളിലൊക്കെ 2 ക്വസ്റ്റ്യൻസ് വീതമാണ് ഈ ചാപ്റ്ററിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനോർഗാനിക്കിൻ്റെ ഒരു കോർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഫണ്ടമെൻ്റൽ ഉള്ള ഒരു ചാപ്റ്ററാണ്. സോ ഇത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനോർഗാനിക്കിൽ അവിടെ ഇവിടെയായിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് ഒരു 4 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് ഓർത്ത് വെക്കുക. തെർമോഡൈനാമിക്സ് 2021 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2022 എത്തിയപ്പോൾ അത് 1 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 2023 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2024 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ 2025 അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഇക്വിലിബ്രിയം എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അയോണിക് ഒപ്പം തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം കമ്പൈൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 2021 ഒരു ക്വസ്റ്റ്യൻ, 2022 2 ക്വസ്റ്റ്യൻ, 2023 2 ക്വസ്റ്റ്യൻ, 2024 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2025 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സോ ഓർത്ത് വെക്കുക, ഒരു 4 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അടുത്തത് റിഡോക്സ് റിയാക്ഷൻ ആയിരുന്നു. 2021 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 2022 ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. 2023, 24, 25 ഓരോ ക്വസ്റ്റ്യൻസ് വീതമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 2 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാം. ചെറിയൊരു കുഞ്ഞു ചാപ്റ്റർ. അടുത്തത് പി ബ്ലോക്ക് ആണ്. ക്ലാസ് 11, 13th and 14th ഗ്രൂപ്പ്. അതിലാകെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് 2023 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ നമുക്കൊരു 1 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാം. അടുത്തത് GOC എടുത്ത് നോക്കുകയാണെങ്കിൽ 2021 2 ക്വസ്റ്റ്യൻ, 2022 ഒരു ക്വസ്റ്റ്യൻ, 2023 2 ക്വസ്റ്റ്യൻ, 2024 3 ക്വസ്റ്റ്യൻ, 2025 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് GOC. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഓർഗാനിക്കിന് വേണ്ട ചാപ്റ്ററും കൂടിയാണ്. സോ ഹൈ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്, 4 സ്റ്റാർ പ്രയോറിറ്റി. ഹൈഡ്രോ കാർബൺസും അതേപോലെ തന്നെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. 2021 3 ക്വസ്റ്റ്യൻ, 2022 ഒരു ക്വസ്റ്റ്യൻ, 2023 2 ക്വസ്റ്റ്യൻ, 2024 3 ക്വസ്റ്റ്യൻ, അതിൻ്റെ ഒപ്പം തന്നെ 2025 3 ക്വസ്റ്റ്യൻ. സോ നമുക്കൊരു 4 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാം. സോ ഇത്തരത്തിലാണ് +1 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു 9 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 10 ചാപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇനി നമുക്ക് +2ലേക്ക് പോവാം. +2 നമ്മൾ നോക്കുന്ന സമയത്ത് സൊല്യൂഷൻസ് ഫസ്റ്റ് ചാപ്റ്റർ, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഫിസിക്കൽ കെമിസ്ട്രിയാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് എടുക്കുകയാണെങ്കിൽ 2021 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2022 ഒരു ക്വസ്റ്റ്യൻ, 2023 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. 2024, 2025 എടുക്കുകയാണെങ്കിൽ 2, 3 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 3 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാം. ഇലക്ട്രോ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ 2021 2 ക്വസ്റ്റ്യൻ, 22 3 ക്വസ്റ്റ്യൻ, 23 2 ക്വസ്റ്റ്യൻ, 24 2 ക്വസ്റ്റ്യൻ, 25 ഒരു ക്വസ്റ്റ്യൻ, 3 സ്റ്റാർ പ്രയോറിറ്റി. കെമിക്കൽ കൈനറ്റിക്സ് നമുക്ക് ബോർഡിൻ്റെ സിലബസിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വെയിറ്റേജ് കുറവുള്ളൊരു ചാപ്റ്ററാണ്. എന്നാൽ ഇവിടെ നീറ്റിൻ്റെ സിലബസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 21 മുതൽ 23 വരെ 2 ക്വസ്റ്റ്യൻസ് വീതം, ആൻഡ് 24, 25 നോക്കുന്ന സമയത്ത് 3 ക്വസ്റ്റ്യൻസും ചോദിച്ചുള്ളൊരു ചാപ്റ്ററാണ്. 4 സ്റ്റാർ പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് പി ബ്ലോക്ക് ആണ്, 12th പി ബ്ലോക്ക്. 2021 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 22 ഒരു ക്വസ്റ്റ്യൻ, 23 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. കാരണം 23 പി ബ്ലോക്ക് നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 11th പി ബ്ലോക്ക് എന്നായിരുന്നു. ഗ്രൂപ്പ് 13 or 14 ബേസ്ഡ് ആയിട്ടുള്ള 2024 3 ക്വസ്റ്റ്യൻ, 2025 2 ക്വസ്റ്റ്യൻ. സോ 3 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. DNFലേക്ക് പോകുകയാണെങ്കിൽ 5 വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും 2 ക്വസ്റ്റ്യൻസ് വീതമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് 3 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ
2021 മുതൽ 23 വരെ എടുക്കുമ്പോൾ 2 ക്വസ്റ്റ്യൻസും, എന്നാൽ 2024 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 2025 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു 4 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഹാലോ, ഇനി നമുക്ക് ഓർഗാനിക് ആണുള്ളത്. സോ അതിൽ ഹാലോ ആൽക്കൈൻ ഹാലോ അറീൻ എടുക്കുകയാണെങ്കിൽ 21 2, 22 2, 23 1 ആൻഡ് 24 25 എടുക്കാൻ 2 ക്വസ്റ്റ്യൻസ് നമുക്കൊരു 3 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാം. 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ 2021 2 ക്വസ്റ്റ്യൻസ്, 22, 23, 24 എടുക്കുകയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ വർഷം 1 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്, 4 സ്റ്റാർ പ്രയോറിറ്റി. ആൽഡിഹൈഡ്സ് എടുക്കുകയാണെങ്കിൽ 2021 2 ക്വസ്റ്റ്യൻ, 2022 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 2023 4 ക്വസ്റ്റ്യൻസ്, 2024 1 ക്വസ്റ്റ്യൻ ആൻഡ് 2025 3 ക്വസ്റ്റ്യൻ. 4 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. മെയിൻസ് എടുക്കുകയാണെങ്കിൽ കുഞ്ഞു ചാപ്റ്ററാണ്. കമ്പയറിംഗ് വിത്ത് അതർ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഒരു ചെറിയ ചാപ്റ്റർ തന്നെയാണ്. 2021 2 ക്വസ്റ്റ്യൻസ്, 2022 2 ക്വസ്റ്റ്യൻസ്, 23 ആണെങ്കിൽ 24 ആണെങ്കിൽ 25 ആണെങ്കിലും ഒക്കെ 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്കൊരു 2 സ്റ്റാർ പ്രയോറിറ്റി കൊടുക്കാം. ബയോമോളിക്യൂൾസ് ആണെങ്കിൽ 2021 22 23 24 1 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടായിരുന്നത്, എന്നാൽ കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 2 സ്റ്റാർ കൊടുക്കാം. ആൻഡ് ഫൈനലി പ്രാക്ടിക്കൽ കെമിസ്ട്രി 2024 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 2025 1 ക്വസ്റ്റ്യനാണ് പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്ന് ചോദിച്ചിട്ടുള്ളത്. സോ 1 സ്റ്റാർ കൊടുക്കാം. സോ ഇത്തരത്തിലാണ് ചാപ്റ്ററിൻ്റെ നമുക്കൊരു പ്രയോറിറ്റി എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 4 സ്റ്റാർ പ്രയോറിറ്റി ഉള്ള ചാപ്റ്റേഴ്സിനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ ടൈം എടുത്തിട്ട് പഠിച്ച് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ദെൻ 3 സ്റ്റാറിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ആൻഡ് ഫൈനലി 2 സ്റ്റാർ ആൻഡ് 1 സ്റ്റാർ. ഇനി ചാപ്റ്റേഴ്സിൻ്റെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസ് 11th ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വെയിറ്റേജിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് കെമിക്കൽ ബോണ്ടിങ് ആണ്, പിന്നെ ഇക്വിലിബ്രിയം വരുന്നുണ്ട്, GOC ആൻഡ് ഹൈഡ്രോകാർബൺ. ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലാസ് 12th പോകുകയാണെങ്കിൽ അത് കെമിക്കൽ കൈനറ്റിക്സ് വരുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വരുന്നുണ്ട്, ആൽക്കഹോൾ ഫിനോൾ ഈതർ വരുന്നുണ്ട്, ഒപ്പം തന്നെ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു മീഡിയം പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് 11th അത് തെർമോഡൈനാമിക്സ് ആണ് ഉണ്ട് ഒന്ന്, പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റ് ഉണ്ട്, ഒപ്പം തന്നെ മോൾ കോൺസെപ്റ്റ് ഉണ്ട്. ക്ലാസ് 12th പോയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി, DNF, സൊല്യൂഷൻസ്, ഹാലോ ആൽക്കൈൻ. ഇനി ഒരു ലോ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോ പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ ക്വിക്ക് റിവിഷന് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ് ഒന്ന് റിഡോക്സ് റിയാക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുള്ളൂ. ബയോമോളിക്യൂൾസ് കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തിയറി ബേസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അത്ര എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. Comparing with other organic chemistry chapters, practical chemistry and P block 11th നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. P blockൽ 2023 ആകെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. സോ ഇത്തരത്തിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്, ചാപ്റ്റർ വൈസ് വെയിറ്റേജ് കാണാൻ പറ്റുന്നത്. എന്നാലും നമുക്കറിയാം കെമിസ്ട്രി നമുക്ക് 3 ആയിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ബേസിൽ എടുക്കുകയാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഇൻഓർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. ഇതിൽ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ടോപ്പിക് വൈസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സോ അതിൽ ആദ്യത്തെ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എടുത്ത് നോക്കാം. കഴിഞ്ഞ വർഷം മാത്രം 16 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ 4 ക്വസ്റ്റ്യൻസ് റിയാക്ഷൻ മെക്കാനിസം ബേസ്ഡ് ആണ്. ഇനിയിപ്പോൾ ഒരു 2023 കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം 18 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ ആ 18 ക്വസ്റ്റ്യൻസിൽ 9 ക്വസ്റ്റ്യൻസ് റിയാക്ഷൻ ബേസ്ഡ് ആയിരുന്നു, അതായത് 50%. ഇവിടെയാണെങ്കിൽ 16 4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് 25% ആണ്. അപ്പോൾ ആവറേജ് നമുക്കൊരു 5 to 6 ക്വസ്റ്റ്യൻസ് ഈ ഒരു റിയാക്ഷൻ ബേസ്ഡ് മാത്രമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ ഒരു 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടൺ ടോപ്പിക് ബേസ്ഡ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും പഠിക്കണം. അതിൽ ഒന്നാമത്തത് നോമൻക്ലേച്ചർ ആണ്, പിന്നെ ഇൻഡക്റ്റീവ്, അതായത് എഫക്ട്സ് ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ, റെസൊണൻസ്, സോ അതൊക്കെ ബേസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് ആണ്. അതിൽ നമുക്ക് കാർബോകാറ്റയോൺ, കാർബനയോണും, റാഡിക്കലിൻ്റെ ഒക്കെ ആ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചു വെക്കുക. പിന്നെ ആസിഡ് ആൻഡ് ബേസ് സ്ട്രെങ്ത് ആണ്, പൊതുവേ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ആസിഡിൻ്റെ ആണെങ്കിലും ബേസിൻ്റെ ആണെങ്കിലും അമൈൻസിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ വരെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ SN1 and SN2 മെക്കാനിസം. ഓക്കെ, സോ ഈ ടോപ്പിക്സ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ പഠിച്ചിരിക്കണം. പിന്നെ ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് ഐസോമെറിസിസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഐസോമെറിസ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോമെറിസ് എന്ന് പറഞ്ഞ സമയത്ത് ഈ 3 ക്വസ്റ്റ്യൻസിൽ അത് ഇനോർഗാനിക് എന്നും വരും, നമുക്ക് കോർഡിനേഷൻ എന്നും ഐസോമെറിസം വരുന്നുണ്ട്. അത് കമ്പൈൻ ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. ഐസോമെറിസ് നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ തന്നെ ഒരു 2 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബയോമോളിക്യൂളിനാണ്. ഈ ബയോമോളിക്യൂളിൻ്റെ ബാക്കിയുള്ളതിൻ്റെ കൂടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിയറി ബേസ്ഡ് ആണ്. സോ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യേണ്ട, ബയോമോളിക്യൂൾസിന് കൊടുക്കേണ്ടി വരില്ല. തിയറി ആയതുകൊണ്ട് അത്ര എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല. സോ അത് കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് ഈ കോർഡിനേഷൻ കെമിസ്ട്രി ആണെങ്കിലും ബ്ലോക്ക് കെമിസ്ട്രി ആണെങ്കിലും. ബ്ലോക്കിൽ നമുക്ക് P ബ്ലോക്ക് വരുന്നുണ്ട് 11th and 12th, ഒപ്പം തന്നെ DNF വരുന്നുണ്ട്. സോ ക്ലാസിഫിക്കേഷൻ നല്ല രീതിയിൽ സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ട്രെൻഡുകളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് ട്രെൻഡ്സ് ആണ്, വിത്ത് എക്സെപ്ഷൻ
എത്രയൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക, ആദ്യം തന്നെ നോട്ട് ഡൗൺ ചെയ്യാൻ നോക്കുക. ഓക്കെ, പഠിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനത്തേക്ക് മറന്നു പോകും. സോ എക്സെപ്ഷന് നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക പഠിക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, ജോമെട്രി ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ ബോണ്ട് ഓർഡർ, ഫോർമൽ ചാർജ്, പൊളാരിറ്റി. സോ അതിൽ തന്നെ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, തന്നിട്ടുള്ള ആളുടെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്, ഷേപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്, ആ രീതിയിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സോ ഈ ടോപ്പിക്സ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. സോ ഇതിനൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഫിസിക്കലിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന ചാപ്റ്റർ ആണ് മോർ വെയിറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് എല്ലാം സെയിം ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സിന് കൊടുക്കുന്ന അതേ അപ്രോച്ച് തന്നെ കൊടുക്കുക. ഷോർട്ട് നോട്ട്സ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക, ഇക്വേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യാൻ നോക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഈക്വൽ വെയിറ്റേജ് ആണ് എന്നുള്ള കാര്യം കൂടെ ആലോചിക്കുക. അപ്പോൾ നമുക്ക് അതിന് ഇന്ന ചാപ്റ്ററിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം, കുറവ് കൊടുക്കണം നമുക്ക് പറയാൻ പറ്റില്ല, ടോപ്പിക്സിനാണെങ്കിലും. അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കുക, അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ചില കുട്ടികളുടെ കേസിൽ അയോണിക് ഇക്വിലിബ്രിയം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അവിടുന്ന് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. സോ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, സെറ്റാക്കാൻ പറ്റുന്നതാണ്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒരു 5 വർഷത്തെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ സാധിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു പ്രയോറിറ്റി വെച്ച് തന്നെ പഠിക്കുക, എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.